ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ യാത്ര പുനലൂരേക്കാണ്. അപ്പോൾ പുനലൂരേക്ക് പോകുന്ന വഴിക്ക് ഞാനിപ്പോൾ ചെങ്ങന്നൂർ ടൗണിലെത്തി. ചെങ്ങന്നൂർ ടൗണിൽ ഇതേ റോഡിൻ്റെ സൈഡിൽ ഒരുപാട് അയ്യപ്പന്മാർ, അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന അയ്യപ്പന്മാർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിന്ന സമയത്ത് ഒന്ന് സ്ലോ പോലും ചെയ്യാതെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചെങ്ങന്നൂർ ടൗണിൽ കൂടെ ചീറി പാഞ്ഞു പോകുന്ന രംഗം നമ്മളീ കാണുന്നു. എൻ്റെ വാഹനം ഏതാണ്ട് 30-35 കിലോമീറ്റർ സ്പീഡുണ്ടായിരുന്നു. എന്നെ മറികടന്ന് പോകണമെങ്കിൽ ടൗണിൽ ആ സൂപ്പർ ഫാസ്റ്റിൻ്റെ വേഗത എന്തായിരിക്കും. ഞാനിപ്പം പന്തളം ടൗണ് എത്താറായി. അപ്പം പന്തളത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരുപാട് പോലീസുകാരുടെ സഹായം ഉള്ളതുകൊണ്ട് റോഡ് ബ്ലോക്കില്ലാതെ മണികണ്ഠൻ ആൽത്തറയും ആറ്റിൻ്റെ അവിടെ പാലവും ആ ഭാഗങ്ങളെല്ലാം വലിയ വാഹനങ്ങളിട്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു. ഇതിപ്പം പന്തളം സ്ക്വയറിലെത്തി. പന്തളം സ്ക്വയറിൽ നിന്ന് ഞാനിപ്പം അടൂരേക്ക് പോവാണ്. അപ്പോൾ ഈ അടൂരേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ അടൂർ ജംഗ്ഷൻ കഴിഞ്ഞ് അടൂരിൽ നിന്ന് നമ്മൾ തിരുവനന്തപുരം തിരിയുന്നതും തമിഴ്നാട്ടിലേക്ക് പോകുന്നതും പത്തനംതിട്ടയ്ക്ക് പോകുന്നതുമായിട്ട് വളരെ തിരക്കുള്ള ഒരു ജംഗ്ഷൻ ആ സ്ക്വയറിൽ സംഭവിച്ച ഒരു ട്രാഫിക്കിലുണ്ടായ ഒരു അപകടമാണിത്. ഇത് വൺ വേ ആണ്. പക്ഷേ വൺ വേ തെറ്റിച്ച് ഒരു താർ ജീപ്പ് ഇങ്ങോട്ട് കയറി വന്നു. അതൊരു കാറിലും തട്ടിയെന്ന് തോന്നുന്നു ഒരു ബൈക്കുകാരനെ ഇടിച്ച് തെറിപ്പിച്ച് ബൈക്ക് ഇപ്പോഴും ജീപ്പിൻ്റെ കീഴിലിരിക്കുന്നേ ഉള്ളൂ. ആ പിങ്ക് കളർ ഷർട്ടിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് പറ്റിയത്. പുള്ളിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്ന 2 കാലും മുറിഞ്ഞ് ചോര വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടൊന്നും പുള്ളി ആശുപത്രിയിൽ പോകുന്നില്ല, മകൻ വന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ജീപ്പ് റോങ് സൈഡ് കയറി വന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ജീപ്പ് ഇവിടുത്തുകാരൊന്നും അല്ല, അവർക്ക് ഇവിടുത്തെ വൺ വേ ശരിക്കും അറിയത്തില്ലായിരുന്നു, അങ്ങനെ സംഭവിച്ചു പോയതാണ്. പക്ഷേ ജീപ്പുകാർ വൺ വേ തെറ്റിച്ച് കയറി വന്നതിൻ്റെ കാരണം കൂടി നമുക്കൊന്നറിയണ്ടേ. ഈ റോഡിൻ്റെ എൻഡിലായിട്ട് കീപ്പ് ലെഫ്റ്റ് വൺ വേ എന്ന് പറഞ്ഞൊരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. PWD ആണോ മുനിസിപ്പാലിറ്റി ആണോ എന്നറിയില്ല. അപ്പോൾ ആ ബോർഡ് നമുക്കൊന്ന് കാണാം, ആ ബോർഡ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. നമുക്ക് എത്രമാത്രം വിസിബിളാണ്, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് അത് എത്രമാത്രം കാണാൻ പറ്റും. രാത്രി വരുന്നവർക്കോ പകൽ വരുന്നവർക്കോ നമ്മുടെ മുന്നിൽ ഇടത്തൂടെയും വലത്തൂടെയും ഒക്കെ 2 വീലറുകൾ ചീറിപ്പാഞ്ഞ് കീറിപ്പോകുന്ന സമയത്ത് നമുക്ക് എത്രമാത്രം ആ ബോർഡ് ശ്രദ്ധിക്കാൻ പറ്റും. ഒരു ആരോ മാത്രം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മുന്നിലായിട്ട് ഈ കീപ്പ് ലെഫ്റ്റ് എന്ന് പറയുന്നതിൻ്റെ മുന്നിലായിട്ട് എത്രമാത്രം കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മളൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ അന്യ സ്ഥലത്തു നിന്നൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് ഒരു വൺ വേയുടെ ഭാഗം മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കില്ലേ. ഒരു ട്രെയിലർ പോകുന്നുണ്ടോ, ഈ ട്രെയിലറിൻ്റെ പുറകിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു വൺ വേയുടെ ബോർഡ് നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാമോ, ഞാൻ ഏറ്റവും അടുത്ത് പോയി എന്നെടുത്തൊരു വീഡിയോ. അപ്പം ദൂരെ നിന്ന് വരുന്ന വണ്ടിക്കാർക്ക് വൺ വേ കീപ്പ് ലെഫ്റ്റ് ബോർഡ് ഇരിക്കുന്നുണ്ടോ, അതിൻ്റെ മുന്നേ വലിയ ഒരു കോൺക്രീറ്റ് ഫലകമുണ്ട്, മറ്റ് ബോർഡുകൾ ഇത് എല്ലാം വെച്ച് അത് കംപ്ലീറ്റ് മറച്ചിരിക്കുക. ഒരു രീതിയിലും അതാർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റ.